ബിബി കണ്ണു കാണാത്ത മന്ത്രവാദിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോൾ യൂറീനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു മന്ത്രവാദമൊക്കെ നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രേതത്തിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിക്ക് ഒരു മാല അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരുന്നല്ലോ അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അവളും ആ ഒരു മാല അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കണ്ണു കാണാത്ത മന്ത്രവാദിയും കയറി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവളെ പുറത്തേക്ക് പോകുവാനായിട്ട് ബിബിയും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഇത് തനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ട്രാപ്പാണെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നു. അവളും ബിബിയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, നിന്നെ ഗംഗ്ചോറി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അവൻ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു പോക്ക് പോലും അവൻ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും. അവന്റെ ലൈഫ് പോലും അവൻ റിസ്കിലാക്കുന്നതായിരിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് ഞാനും ഇപ്പോൾ നിന്നെ ഇയാളുടെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ ചെയ്ത കാര്യം കൊണ്ട് തന്നെ ഗംഗ്ചോറി എന്നോട് ജീവിതകാലത്തിൽ ഒരിക്കലും മിണ്ടിയെന്ന് വരികയില്ല. എങ്കിൽ പോലും ഗംഗ്ചോറി സേഫ് ആണെന്നുള്ള ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്നായിരുന്നു ബിബിയും പറയുന്നത്. ഗംഗ്ചോറി ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ്. അവനും അടുക്കളയിലെത്തി നോക്കുമ്പോഴത്തേക്കും കണ്ണു കാണാത്ത മന്ത്രവാദിയുടെ ജോലിക്കാരനെ അവനും കാണുന്നു. കൂടാതെ അയാളും അവിടെ നിന്നും ഓടുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഗംഗ്ചോറി അയാളുടെ പിന്നാലെ പോവുകയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയും ഗംഗ്ചോറിനെ മന്ത്രവാദം നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടായിരുന്നു കണ്ണു കാണാത്ത മന്ത്രവാദിയും ജോലിക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. അയാളും ഓടി മന്ത്രവാദം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. കങ്ചൂരിയും അതിന് പിന്നാലെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ യൂറിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച അവനും കാണുന്നു. യൂറിനെ രക്ഷിക്കുവാനായിട്ട് ഗംചൂരി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പിലായിട്ട് ബിബി വന്ന് നിൽക്കുകയാണ്. നീ ഇപ്പോൾ ഉള്ളത് യൂൺകാപ്പിന്റെ ബോഡിയിൽ ആയതുകൊണ്ട് തന്നെ നീയും യൂൺകാപ്പ് ആണെന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പെരുമാറുന്നത്. യൂറി കാരണം നീ ആപത്തിലാക്കുന്നതായിരിക്കും. ഒരിക്കലും നീ ഗംചോരി ആണെന്നുള്ള കാര്യം മറക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂറിനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഗംചോരിനെ ബിബിയും തടയുന്നു. രണ്ടുപേർക്കും പരസ്പരം ഫൈറ്റ് ചെയ്യുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗംഗ്ചോരിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടാണ് താൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബിബിയും ഗംഗ്ചോരിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ തല്ലുന്നത് കണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു കണ്ണു കാണാത്ത മന്ത്രവാദിയും. അവരങ്ങനെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബിബിയും തന്റെ പേളിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗംഗ്ചോരിനെ തോൽപ്പിക്കുന്നു. ഈ ഒരു സമയത്ത് ശരിക്കും കണ്ണു കാണാത്ത മന്ത്രവാദിക്ക് എന്നെ ആയിരുന്നില്ല ആവശ്യമായിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള പേളിനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ തമ്മിൽ തെറ്റിക്കുവാനായിട്ടാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം തന്നെ യൂറി വിളിച്ചു പറയുന്ന സമയത്താണ് ബിബിക്കും അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. കൂടാതെ ഇത്രയും നേരം കണ്ണു കാണാത്ത മന്ത്രവാദിയും തീക്കകത്ത് ഒരു വാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വാൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ണു കാണാത്ത മന്ത്രവാദിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്ന പ്രേതവും കങ്ചോറയുടെ നേർക്കായിട്ട് എറിയുന്നു. പക്ഷേ അയാളുടെ പ്ലാൻ ഇതായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ബിബിയും തന്റെ സഹോദരനായിട്ടുള്ള കങ്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് അവന്റെ മുമ്പിലായിട്ട് വന്ന് വീഴുകയാണ്. അതായത് ഗംഗ്ചോറിനെ അറ്റാക്ക് ചെയ്ത് ഗംഗ്ചോറിയുടെ ഉള്ളിലെ പേൾ എടുക്കുവാനായിട്ടായിരുന്നു അയാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ബിബിക്കിട്ടാണ് കുത്ത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ബിബി മരിക്കുന്നതിന്റെ തൊട്ടുവക്കിൽ നിൽക്കുന്ന സമയത്ത് പ്രേതവും ശരീരത്തിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം ബിബിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പേള് കൈക്കലാക്കുന്നു. അങ്ങനെ പ്രേതത്തിന്റെയും ശക്തി ഒരുപാട് കൂടുകയാണ്. ഈ ഒരു സമയത്ത് ബിബിനെയുമായിട്ട് ഗംഗ്ചോരിയും യൂറിയും അവിടെ നിന്നും പോകുന്നു. ബിബിക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല, ബിബിനെ ഞാൻ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഗംഗ്ചോരി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പേളില്ലാതെ ഒരു ഇമോഗി പോലും ജീവിച്ചിരിക്കുകയില്ല. ആ ഒരു കാര്യം നിനക്ക് പറയാവുന്നതല്ലേ. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരിക്കലും ഇനി ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവനും തുറന്നു പറയുന്നു. ഒരിക്കലും കണ്ണു കാണാത്ത മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുവാനായിട്ട് പാടില്ലായിരുന്നു. നിന്നെ രക്ഷിക്കണമെന്ന ഒറ്റ ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനും ഇത്രയും വലിയൊരു ചതിയിലൊക്കെ പോയി പെട്ടത്. എന്തായാലും എല്ലാത്തിനും പിന്നിൽ ഉണ്ടായിരുന്നത് രാജാവിന്റെ മുത്തശ്ശനാണ്. അയാളും ഈ ഒരു പ്രേതത്തെ കാണുവാനായിട്ട് പോകുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന പേടി കാരണമായിരുന്നു ഞാനും ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ ഒരിക്കലും എന്നെ വെറുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബിബിയും അവിടെ വെച്ച് മരിക്കുകയാണ്. ബിബി മരിച്ചത് കങ്ചോരിക്കും യൂറിക്കും വലിയൊരു ഷോക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തന്റെ സഹോദരൻ മരിച്ച വിഷമത്തിൽ കങ്ചോരിയും ഒരുപാട് കരയുന്നു. അവനും ഇതിനു മുമ്പ് ഇതുപോലൊരു വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ വേദന എനിക്ക് അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുക എന്ന് യൂറിയോട് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ബിബി മരിക്കുവാൻ കാരണക്കാരി ഞാനാണ്, അതുകൊണ്ട് തന്നെ നീ എന്നെ വെറുത്തോ എന്നായിരുന്നു യൂറി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ രാത്രി സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തില് ഗംഗ്ചോരിനെയും യൂറിനെയും ആരാധനാലയത്തിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിന്റെ മുത്തശ്ശൻ ഇപ്പോൾ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. ഗംഗ്ചോരി ബിബി മരിച്ച വിഷമത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ അവനും ഒന്നും എതിർത്ത് പറയുന്നില്ല. അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന രാജാവും ഇവരെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആയിരുന്നു അവരോട് അവിടെ പോകുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ രാജാവും മുത്തശ്ശന്റെ അടുത്ത് നിന്നും അവരെ രക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു യൂറിയും സത്യങ്ങളെല്ലാം തന്നെ രാജാവിനോട് തുറന്നു പറയുന്നത്.
അതായത് 8 അടി പ്രേതത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത് കണ്ണു കാണാത്ത മന്ത്രവാദിയായിരുന്നു. അയാളെ ഇതെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ തന്നെ മുത്തശ്ശനാണ് എന്ന രീതിക്ക് യൂറി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രാജാവിനും അതാദ്യം വിശ്വസിക്കുവാനായിട്ട് ഒന്നും തന്നെ സാധിക്കുന്നില്ല. രാജാവിന്റെ മുത്തശ്ശനും ഇപ്പോൾ കണ്ണു കാണാത്ത മന്ത്രവാദിയെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ കണ്ണു കാണാത്ത മന്ത്രവാദി ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബിബിയുടെ പേളാണല്ലോ 8 അടി പ്രേതം കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ പേള് കിട്ടിയിട്ടുണ്ടായിരുന്ന 8 അടി പ്രേതം ഇപ്പോൾ നേരത്തേനേക്കാളും ഒരുപാട് ശക്തിശാലിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രേതത്തെ വെച്ച് തനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കണ്ണു കാണാത്ത മന്ത്രവാദി ഉള്ളതും. 8 അടി പ്രേതം ഇപ്പോൾ വളരെയധികം ശക്തിശാലി ആയതുകൊണ്ട് തന്നെ ആ പ്രേതം കാരണം രാജാവിന്റെ വൈഫിനും കുഞ്ഞിനും ആപത്തൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ കാസോപ്പിനെയും കൂട്ടിക്കൊണ്ട് യൂറിയും കൊട്ടാരത്തിലേക്ക് എത്തുന്നു. രാജാവിന്റെ വൈഫ് താമസിക്കുന്ന അറയുടെ വെളിയിലായിട്ട് പ്രേതമൊക്കെ വരികയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിവുള്ള കുറച്ച് പ്രതിമകളൊക്കെ ഗാസോപ്പും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ യൂറിയും ഗങ്ചോറിയും നാട്ടിലില്ലാത്ത സമയത്തെല്ലാം തന്നെ ഞാൻ സ്വയം വന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് ഗാസോപ്പും പറയുന്നു. ഗങ്ചോറി കൊട്ടാരത്തിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ പലരും ഗങ്ചോറിനെ അന്വേഷിക്കുന്നുണ്ട്. അവനും വയ്യാതിരിക്കുകയാണെന്ന് മാത്രമായിരുന്നു യൂറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ അവൻ അവന്റെ സഹോദരനെ നഷ്ടമായ വേദനയിലാണ് ഉള്ളതെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കിമ്മും യൂറിനെ ചെന്ന് കണ്ടിട്ട് അവൻ അസുഖമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഒക്കെ കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി കൊട്ടാരത്തിൽ തയ്യാറാക്കിയ കുറച്ച് സ്വീറ്റ്സ് എല്ലാം തന്നെ കിമ്മും ഇപ്പോൾ യൂറിനെ ഏൽപ്പിക്കുന്നു. രാത്രിയും കങ്ചോറി ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മ ആകെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയും പ്രത്യേകമായിട്ട് അവന് വേണ്ടി തയ്യാറാക്കിയ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ അവനും നൽകുന്നു. ആ ഒരു അമ്മ പോലും തന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് അവന് മനസ്സിലാക്കുന്നത്. രാജ്ഞി ഇപ്പോൾ രാജാവിനെ കാണുവാനായിട്ട് എത്തുകയാണ്. അതായത് നേരത്തെ രാജാവും കണ്ണു കാണാത്ത മന്ത്രവാദിയെ രാജ്ഞിക്ക് റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് രാജ്ഞി മറുപടി പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് ഓരോന്നൊക്കെ ആലോചിച്ച് സംശയം തോന്നിയിട്ടുണ്ടായിരുന്ന രാജ്ഞിയും അന്ന് തന്റെ അടുത്ത് ഈ ഒരു മന്ത്രവാദിയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളെ ചെന്ന് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ രാജാവിന്റെ മുത്തശ്ശൻ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു ഇതുപോലെ ഈ മന്ത്രവാദിയുടെ കാര്യം എല്ലാം തന്നെ രാജ്ഞിയെ അറിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ തന്നെ ആയിരുന്നു നിങ്ങളുടെ വൈഫ് വീണ്ടും പ്രഗ്നന്റ് ആയതിനെ കുറിച്ച് കണ്ണു കാണാത്ത മന്ത്രവാദിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഞാൻ തന്നെയാണ് എന്റെ സ്വന്തം മകൻ മരിക്കുവാനുള്ള കാരണക്കാരിയും. ഞാൻ കാരണമാണ് ഈ കൊട്ടാരത്തിൽ ഇത്രയേറെ പ്രശ്നമുണ്ടായത്. എല്ലാം എന്റെ മാത്രം തെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്ത് ശിക്ഷ നൽകിയാലും അതെല്ലാം തന്നെ ഏറ്റുവാങ്ങുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ രാജ്ഞിയും ഒരുപാട് കരയുന്നു. ഇപ്പോൾ മാത്രമാണ് രാജ്ഞിക്കും താൻ ചെയ്തത് എത്രത്തോളം വലിയൊരു തെറ്റായിരുന്നു എന്ന സത്യം എല്ലാം തന്നെ മനസ്സിലായത്. ഇത്രയും നാളും ആരെക്കാളും താൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന തന്റെ മുത്തശ്ശൻ തന്നെയാണ് തനിക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ മാത്രമാണ് രാജാവും മനസ്സിലാക്കിയത്. അങ്ങനെയിരിക്കെ രാജാവും മുത്തശ്ശനെ വിളിപ്പിക്കുന്നു. പണ്ട് രാജാവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് രാജാവിന്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം തന്നെ വളരെയധികം വൃത്തിയാക്കിയതിനു ശേഷം രാജാവിനെ മുത്തശ്ശനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്റെ മുത്തശ്ശൻ താൻ രാജാവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് എപ്പോഴും മുത്തശ്ശൻ ഉണ്ടാകുമെന്നുമായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ മുത്തശ്ശൻ എങ്ങനെയാണ് എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുവാനായിട്ട് തോന്നിയത്, സ്വന്തം മരുമകനെ എങ്ങനെയാണ് കൊല്ലുവാനായിട്ട് തോന്നിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജാവും ഒരുപാട് കാര്യങ്ങൾ മുത്തശ്ശന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. സാധാരണഗതിക്ക് രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് അഴിമതിയും അതുപോലെ തന്നെ അടിമത്വവും. ഇത് രണ്ടും ഇല്ലാതാക്കുവാനായിട്ടായിരുന്നു നിന്റെ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ തടഞ്ഞു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഞാനാണ് ഇതെല്ലാം തന്നെ ചെയ്തെന്ന് തെളിയിക്കുന്ന രീതിക്ക് യാതൊരു വിധത്തിലുള്ള തെളിവ് നിന്റെ കയ്യിലില്ല. നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കുവാനായിട്ട് പോകുന്നില്ല. ഞാനാണ് ഇതിനെല്ലാത്തിനും കാരണമെങ്കിലും നീ ഏത് രീതിക്കാണ് ഇതെല്ലാം തന്നെ തെളിയിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടായിരുന്നു മുത്തശ്ശൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ രാജാവിന്റെ മുത്തശ്ശനെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയിപ്പിക്കുവാനായിട്ടായിരുന്നു രാജാവ് ശ്രമിച്ചത്. അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാർ എല്ലാവരും തന്നെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. സോ രാജാവിന്റെ മുത്തശ്ശൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മന്ത്രിമാർ കേൾക്കുകയും അത് തെളിവായിട്ട് സ്വീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രാജാവും ശിക്ഷ എന്ന രീതിക്ക് രാജാവിന്റെ മുത്തശ്ശനെ നാട് കടത്തുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.